പിന്നെ യേശുവിനെ നമ്മൾ കാണുന്നത് യെരുശലേമിലാണ്. രാത്രിയിൽ നിക്കോദീമോസ് എന്ന് പറയുന്നതായ ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. വന്നിട്ട് ഒരു നല്ല കമൻറ്റ് പറഞ്ഞു, ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിന്നെപ്പോലെ പഠിപ്പിക്കാനോ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാനോ ആർക്കും കഴിയുകയില്ല. സത്യമാണ് പറഞ്ഞത്. എന്നാൽ യേശു ആ സത്യം കേട്ടിട്ട് അവനെ അഭിനന്ദിക്കുകയോ അവനെ ഒന്ന് പൊക്കിപ്പറയുകയോ ഒന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുക്രിസ്തു അവനോട് പറഞ്ഞത്, നിക്കോദീമോസേ, ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞു. നിക്കോദീമോസ് ഒരു ന്യായശാസ്ത്രി പ്രമാണിയാണ്, പരീക്ഷ പ്രമാണിയാണല്ലോ. അപ്പം അദ്ദേഹത്തിന് ന്യായപ്രമാണം അറിയാവുന്ന ആളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ചോദ്യങ്ങളില്ലാത്ത ആളുകളാണിവർ. ഇത്തരം മാത്രമേ ഉള്ളൂ, ചോദ്യങ്ങളില്ല അവർക്ക്. അപ്പോൾ യേശുവിനോട് അവനൊരു ചോദ്യം ചോദിക്കാൻ, അത് നീ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? അപ്പോഴാണ് യേശു പറഞ്ഞത്, നിക്കോദീമോസ്, നിനക്കിതറിയാൻ മേലെ, ചോദ്യമില്ലാത്ത ആൾ എന്നോട് എന്തിനാണ് നീ ചോദ്യം ചോദിക്കുന്നത്? എന്നിട്ട് അവനോട് പറയുകയാണ്, ഞാൻ അങ്ങ് തെളിച്ച് പറയാം, നീ ഇപ്പോൾ ഒന്ന് ജനിച്ചിട്ടുണ്ട് ശരീരത്തിൽ, അതുകൊണ്ട് നീ 2 മരണത്തിന് വിധിക്കപ്പെട്ടവനാണ് നിക്കോദീമോസ്. ഞാനോ നിന്നോട് പറയുന്നു, ഒന്നുകൂടെ ജനിച്ചാൽ, വീണ്ടും ജനിച്ചാൽ നീ ഒരു ശാരീരിക മരണം മാത്രമേ നിനക്ക് ഉണ്ടാകുകയുള്ളൂ. ഇതെങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, ഒരു ജനനം 2 മരണം. 2 ജനിച്ചാൽ 1 മരണം ശാരീരികമായ മരണം. അതാണ് രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. നിക്കോദീമോസ് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ന്യായശാസ്ത്രിയായിട്ടുള്ള ന്യായപ്രമാണം അറിയാവുന്നതായ നിക്കോദീമോസിന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ യേശു സംസാരിച്ചു. നിക്കോദീമോസെ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് ആ ഭാഗം പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ നിക്കോദീമോസിന് അത് മനസ്സിലായി. എന്നാലും രഹസ്യത്തിൽ ഒരു ശിഷ്യനായിട്ടാണ് ജീവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞു. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യെരുശലേമിൽ നിന്ന് യേശു ശമര്യയിലൂടെ കയറിപ്പോവുക. ശമര്യർ എന്ന് പറഞ്ഞാൽ സങ്കരവർഗമാണെന്ന് ഞാൻ പഴയ നിയമത്തിൽ പഠിപ്പിച്ചു. അതുകൊണ്ട് യഹൂദന്മാർക്ക് അവരോട് ഇഷ്ടമില്ല. അങ്ങനെ ശത്രുക്കളെ പോലെയുള്ളതായ അതിലെ യഹൂദന്മാർ പോകില്ല. അവർ വളഞ്ഞ വഴിയിലൂടെ ശമര്യയിൽ കയറാതെ പോകുന്ന ആളുകളാണ്. എന്നാൽ യേശു ശമര്യയിലൂടെ കടന്നു പോവുകയാണ് മനഃപൂർവ്വമായി. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരും അവനെ അനുഗമിക്കുന്നു. അവിടെ അങ്ങനെ പോയി സുക്കാർ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഉച്ചയായി. അവിടെ ഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെയായി. അവിടെ ഒരു കിണറിനടുത്ത് യേശു ഇരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അപ്പം തേടിപ്പോയി. ആ സമയത്ത് നട്ടുച്ച നേരത്താണ് ആ പട്ടണത്തിലെ ഒരു സ്ത്രീ വെള്ളം കോരാനായിട്ട് വന്നു. സാധാരണ ആരും വെള്ളം കോരാൻ വരില്ല ആ സമയത്ത്. അപ്പോൾ യേശു അവളോട് ചോദിച്ചു, എനിക്കല്പം കുടിക്കാനായിട്ട് വെള്ളം തരാമോ? യേശുവിനെ അവൾ നോക്കിയിട്ട് ആരാണെന്ന് മനസ്സിലായി. ഇവിടുത്തുകാരനല്ല, ഇവനൊരു യഹൂദനാണെന്ന് മനസ്സിലായി. നീ യഹൂദനായിരിക്കുക എന്നോട് കുടിക്കാൻ വെള്ളം ചോദിക്കുക? നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, നിങ്ങൾ അത്ര നല്ല സുഖമുള്ള ആളുകളല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നിന്നോട് ചോദിക്കുന്ന ഈ ആളാരാണെന്നും ഈ ചോദിക്കുന്ന ആൾക്ക് ജീവൻ്റെ ജലം തരാൻ കഴിവുള്ളവനാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ നീ പറയത്തില്ല. അങ്ങനെ ഒരു വെള്ളം കുടിക്കാൻ ചോദിച്ചുള്ള ഒരു സംഭാഷണം മുൻപോട്ട് പോയി. അപ്പോൾ അവൾ പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാ വെള്ളം തരികയാണെങ്കിൽ പിന്നെ ഇതിലേക്കും വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, അത് തരാൻ കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോവാ. ഉടനെ പറഞ്ഞു, എനിക്ക് ഭർത്താവൊന്നുമില്ല എന്ന് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്, ഇപ്പം ഭർത്താവില്ല, ഇപ്പം 4-5 പേരുടെ പരിപാടി, കല്യാണവും ജീവിതവും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ. അവൻ്റെ ജീവിത രഹസ്യങ്ങളെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവൾക്ക് തോന്നി, അയ്യോ, ഇവൻ സാധാരണ യഹൂദനല്ല, ഒരു പ്രവാചകനാകുന്നു എന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് വിഷയം മാറ്റി. ഇനി അധികം പറഞ്ഞാൽ കുഴപ്പമാവില്ലെന്നും കരുതി അവൾ വിഷയം മാറ്റുകയാണ്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ യഹൂദന്മാർ പറയുന്നത് യെരുശലേമിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കൂ, അതാണ് ആരാധനാ സ്ഥലം എന്നാണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ ഗെരിസീം മലയുണ്ട്, ഇവിടെയാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആരാധനയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, സ്ഥലമല്ല ആരാധനയ്ക്ക് ആധാരമായിരിക്കുന്നത്,
സത്യവിശ്വാസികൾ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. അല്ലാതെ യെരുശലേമോ ഗെരിസീമോ മലയും പള്ളിയൊന്നും അല്ല ആരാധനാ കേന്ദ്രം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സമയം വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇയാളോട് എന്ത് ചോദിച്ചാലും ഇയാൾ ഇങ്ങനെ തർക്കുത്തരം പറയുകയാണ്, ജയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും അവൾ വിഷയം മാറ്റി. അവൾ പറഞ്ഞു, ഓക്കെ മതി, നിങ്ങൾ യഹൂദരാണ്, ഞങ്ങൾ ശമര്യരാണ്. നിങ്ങൾ സംസാരിച്ച ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് സംസാരം നിർത്തിയരെ. ഞങ്ങൾ വിശ്വസിക്കുന്നത് മശിഹ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ മശിഹ വരുമ്പോൾ അത് കൃത്യമായിട്ട് പറയും. ഈ യഹൂദന്മാർ പറയുന്നതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് അവൾ പറഞ്ഞു. ഒരു ബ്രേക്ക് ഇട്ടിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ സ്ത്രീ ഒരു വേശ്യ സ്ത്രീയെ പോലെ, അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. എന്നാലും ഈ ശമര്യർ ആദ്യത്തെ 5 പുസ്തകം മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ്, സദൂക്യരെ പോലെ. അവൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവളാണെങ്കിലും തിരുവെഴുത്തുകളെക്കുറിച്ച് അറിവുള്ളവളായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം ചോദിക്കുമ്പോൾ അവൾ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ യാക്കോബാണ് ഈ കിണറുണ്ടാക്കി തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. തിരുവെഴുത്തറിയാവുന്നവൾ. രണ്ടാമത്തെ കാര്യം, അവൾ ആരാധനയെക്കുറിച്ച് സംസാരിക്കുന്നു. തെറ്റിപ്പോയ സ്ത്രീ ആണെങ്കിലും ആരാധനയെക്കുറിച്ച് അവൾക്കറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ജീവിക്കുന്നതായ ജീവിതശൈലിയുള്ളതായ സ്ത്രീ അവൾ ഒരു മശിഹായ്ക്ക് വേണ്ടിയും കൂടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ മശിഹയെക്കുറിച്ചും പറയുകയാണ്. മശിഹ വരുമെന്ന് വിശ്വസിച്ചു. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയോട് യേശു സംസാരിക്കുന്നത് നിക്കോദീമോസിനോട് സംസാരിച്ചതുപോലെയല്ല. ആളെ നോക്കി വേണം സംസാരിക്കാൻ. യേശുവിനോട് അവൾ പറഞ്ഞു, മശിഹ വരുമെന്ന് കൃത്യം സത്യമായത് പറയുമെന്ന് പറഞ്ഞപ്പോൾ യേശു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, അത് ഞാൻ തന്നെ, മശിഹ ഞാനാകുന്നു. ഇത്ര സിമ്പിളായിട്ടാണ് ചെയ്ത്. വെള്ളം കുടിക്കാൻ തരുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ ആരംഭിച്ച സംഭാഷണത്തിൻ്റെ ഒടുവിൽ അവളുടെ ആത്മീയതയെ വെളിപ്പെടുത്തി അവൾ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, അത് ഞാൻ തന്നെ. അവളുടെ ആത്മീക ദാഹവും അവളുടെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹം സമൂഹം അനുവദിക്കാതിരുന്നപ്പോൾ ഇതാ കർത്താവ് അവളെ അതിന് അനുവദിക്കുക ചെയ്യുന്നത്. ഞാൻ മശിഹായാണ്. അവൾ ആ കുടമൊക്കെ അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ പോയി അവളെ ഒരിക്കലും നല്ലതായി കാണാത്ത പട്ടണ നിവാസികളോട് പറഞ്ഞു, ഞാൻ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, വരിക എന്ന് പറഞ്ഞു. ശമരിയിലെ ആദ്യത്തെ സുവിശേഷകയായിട്ട് വരികയാണ് ഈ ശമരി സ്ത്രീ, പേരില്ലെങ്കിൽ. അപ്പോൾ പട്ടണത്തിലെ ആളുകൾ ഇവളുടെ ആ പ്രതികരണമൊക്കെ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അവരിവിടെ വന്നിട്ട് യേശുവിനെ കണ്ടു, സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ യേശു മശിഹയാണെന്ന് അവർക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം 2 ദിവസത്തെ കൺവെൻഷനോട് കഴിഞ്ഞിട്ടാണ് യേശു അവിടുന്ന് പോകുന്നത്. അടിത്തറ പാകിക്കഴിഞ്ഞു കർത്താവ് തന്നെ. കാരണം യഹൂദന്മാർ അതുവഴി പോകാൻ മടിക്കുന്നത് കൊണ്ട് പുതിയ വഴി തുറന്നിട്ടു. യേശുവിൻ്റെ ശിഷ്യന്മാരെയും അതുവഴി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ യേശു ക്രിസ്തു ആരാകുന്നു എന്നുള്ളത് ആ പട്ടണത്തിലുള്ളവരാണ് ആദ്യമായി വിശ്വസിച്ചത്, ഒരു സ്ത്രീ നിമിത്തം. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നീ നിമിത്തം അല്ല, ഞങ്ങൾ നേരെ കേട്ടതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാമെന്ന്. അങ്ങനെ ആ ശമരി പട്ടണത്തിൽ സുവിശേഷ വിത്ത് വിതച്ച് കഴിഞ്ഞിരിക്കും. പിന്നെ നമ്മൾ യേശുവിനെ നസ്രത്തിലാണ് കാണുന്നത്. നസ്രത്തിലേക്ക് യേശു ചെല്ലുന്നു. സ്വന്തം വളർന്ന സ്ഥലമാണല്ലോ. തൻ്റെ കൂട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്, ഒരുമിച്ച് പഠിച്ചവരുണ്ട്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഒരു സിനഗോഗിൽ ചെന്ന് വായിക്കാനായിട്ട് തിരുവെഴുത്തിൻ്റെ ഒരു ചുരുൾ കൊടുക്കുന്നു. വായിക്കാൻ കൊടുത്ത ആ ഭാഗമുണ്ടല്ലോ, അത് തന്നെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമായിരുന്നു. ആ ഭാഗമാണ് യേശുവിന് വായിക്കാൻ കിട്ടിയത്. താൻ വായിച്ചത് ഇങ്ങനെയാണ്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ സംഗതി മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പുസ്തകം മടക്കി, ഇല്ലെങ്കിൽ ചുരുൾ മടക്കി കൊടുത്തിട്ട് അവിടെ വന്നിരുന്നു.
എന്നിട്ട് പിന്നെ പറയുകയാണ്, അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്ത് നിവർത്തിയായി. ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചതായ തിരുവെഴുത്ത് ഭാഗം ഇന്ന് നിവർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാവുന്ന അയൽവാസികളും സഹപാഠികളും പ്രായമുള്ള ആളുകളും എല്ലാം കോപാകുലരായി. ഇവൻ എന്താണ് പറയുന്നത്? പ്രവാചക പുസ്തകത്തിൽ പറയുന്ന മശിഹാ പ്രവചനമാണ്. ഈ തച്ചൻ്റെ മകനായ ഇവനെന്താ അത് വായിച്ചിട്ട് ഇന്നത് നിവർത്തിയായി എന്ന് പറഞ്ഞാൽ ഇവന് ഭ്രാന്തായോ? മശിഹായാണെന്ന് പറയാൻ അസംബന്ധം പറയേണ്ട സ്ഥലം ഇതല്ല. ദൈവദൂഷണമാണ് ഇവൻ പറഞ്ഞത്. വേഗം അവനെ പുറത്താക്കുക എന്ന് പറഞ്ഞ് ഈ സിനഗോഗ് ഒരു മലയുടെ മുകളിലായിരുന്നു. അതുകൊണ്ട് അവരവനെ അവിടെ നിന്ന് പുറത്തിറക്കി മലയുടെ മുകളിൽ നിന്ന് അവനെ തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചുവെങ്കിലും യേശു അവിടെ നിന്ന് മാറിപ്പോയി. തൻ്റെ സ്വന്തം നാട്ടുകാർ താൻ ആരാണെന്ന് പറയാൻ തിരുവെഴുത്തിലൂടെ ശ്രമിച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ യേശുവിനെ ത്യജിച്ചു കളഞ്ഞു. യേശു അവിടെ നിന്ന് മാറിപ്പോകുകയും ചെയ്തു. തൻ്റെ സ്വന്തം ആൾക്കാർ, സ്വന്തം ജനം തന്നെ തള്ളി. യേശു നസ്രയത്ത് വിട്ടു. വേറൊരു സ്ഥലത്ത് നിന്നാണ് പിന്നീടുള്ള യേശുവിൻ്റെ ശുശ്രൂഷയുടെ കേന്ദ്ര സ്ഥലമായിട്ട് വരുന്നത്. ബേത്ലഹേമിൽ യേശു ജനിച്ചു. നസ്രയത്തിൽ ഒരു തച്ചനായിട്ട് അവൻ വളർന്നു വരുന്നു. 30 വയസ്സായപ്പോൾ അവൻ യോർദാനിൽ യോഹന്നാൻ്റെ കൈക്കഴിയിൽ സ്നാനമേൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നു. 3 പ്രത്യേക പരീക്ഷകളിൽ അവൻ തിരുവചനം ഉപയോഗിച്ച് സാത്താനെ തോൽപ്പിക്കുന്നു. പിന്നെ യെരുശലേമിൽ ഒരു രാത്രി സമയത്ത് നിക്കോദിമോസ് എന്ന് പറയുന്ന പരീക്ഷ പ്രമാണി യേശുവിനെ കാണുവാൻ വന്നു, സംസാരിച്ചു. അവിടെ വെച്ച് പുതുതായി ജനിക്കണമെന്നുള്ളതായ ദൈവിക മർമ്മം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ചോ ഇല്ലയോ എന്നറിയില്ല. അദ്ദേഹം ഒരു രഹസ്യ ശിഷ്യനായിട്ടാണ് അവിടുന്ന് പോയത് എന്ന് തിരുവെഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് യേശു യഹൂദന്മാർ സാധാരണ പോകാത്തതായ വഴിക്ക് ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടിയിരുന്നു. അവിടുത്തെ ഒരു സുവിശേഷ പ്രഘോഷണം നടത്തുവാനും ഒരു സ്ത്രീയുടെ മാനസാന്തരത്തിനും വേണ്ടി അറിഞ്ഞുകൊണ്ട് യേശു അതുവഴി പോയി. എന്ന് മാത്രമല്ല, ആരും പോകാതിരിക്കുന്നതായ ആ സ്ഥലത്തു കൂടെ തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ടുപോകുവാൻ യേശു ആഗ്രഹിച്ചു. അങ്ങനെ ആ ശമര്യ പട്ടണത്തിൽ ആദ്യം ഒരു സ്ത്രീയുടെ മാനസാന്തരവും തുടർന്ന് പട്ടണത്തിലുള്ളവർ യേശുവിനെ വിശ്വസിക്കുകയും ചെയ്തു. 2 ദിവസത്തെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് യേശു നസ്രയത്തിലേക്ക് മടങ്ങിപ്പോയി. തൻ്റെ സ്വന്തം പട്ടണത്തിൽ, സ്വന്തം നാട്ടിൽ ചെന്ന് തിരുവെഴുത്തെടുത്ത് വായിച്ചു. അവിടെ പ്രവചനം നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അവരുടെയുള്ള ജനങ്ങൾ യേശുവിനെ കൊന്നുകളയുവാനായിട്ട് വിചാരിച്ചു. എന്നാൽ യേശുവോ അവരുടെ മധ്യത്തിൽ നിന്ന് കടന്നുപോയി മറ്റൊരു സ്ഥലത്തേക്ക്. ഇങ്ങനെയാണ് ഇത്രയും യേശുവിൻ്റെ വരവും ആരംഭ ഭാഗങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം ജനം തന്നെ ത്യജിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് യേശു നമ്മൾ ആ ഗലീലയുടെ മാപ്പനുസരിച്ച് നസ്രയത്തിൽ നിന്ന് അല്പം വടക്കോട്ട് മാറി കഫർനഹൂം, ഗലീലക്കടലിൻ്റെ തൊട്ട് മുകളിലായി വടക്കു ഭാഗത്തായിട്ട് വരുന്ന കഫർനഹൂം എന്ന് പറയുന്നതായ ആ പട്ടണത്തിലേക്കാണ് യേശു പോയത്. പിന്നീടുള്ള യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് കഫർനഹൂമാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നാണ് യേശു ക്രിസ്തു മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്ത് സ്വന്തം ജനം തള്ളിക്കളഞ്ഞത് കൊണ്ട് നസ്രയത്തിനോട് വിട പറഞ്ഞു. ഇനിയും കഫർനഹൂമിൽ വന്നപ്പോൾ ഉള്ള തൻ്റെ ശുശ്രൂഷകളാണ് ഇനി നമ്മൾ നോക്കാനായിട്ടുള്ളത്. 12 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതിൻ്റെ ഉദ്ദേശമുണ്ട്. തന്നോടുകൂടി ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനയക്കാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അങ്ങനെ ഡ്യൂട്ടികളൊക്കെ കൊടുത്ത് 12 ശിഷ്യന്മാരെ തൻ്റെ ശുശ്രൂഷ തുടരുവാൻ വേണ്ടി യേശു തിരഞ്ഞെടുക്കുന്നു. അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചിരുന്ന 12 പേരെ തിരഞ്ഞെടുത്തു. എല്ലാവരെയും വളരെ കൃത്യമായിട്ടാണ് തിരഞ്ഞെടുത്തത്. യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കാനുള്ള ആളെയും മനഃപൂർവ്വമായിട്ട് തിരഞ്ഞെടുത്തു. കാരണം ടൈം ടേബിൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ എല്ലാം ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പല സ്വഭാവവും പല രീതിയിലുള്ളവരാണെങ്കിലും
ഒരു ഗുണമെന്ന് പറയുന്നത് യേശുവിന് ആവശ്യമുള്ളപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കലുണ്ടായിരുന്നു. അവൈലബിലിറ്റി. അതാണ് നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപോലെയല്ല. ഒരുപോലെയാണെങ്കിൽ പിന്നെ ജീവിതത്തിനൊരർത്ഥമില്ലല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ വൈവിധ്യമാണുള്ളത്. അപ്പോൾ ആ വൈവിധ്യമാർന്ന സൃഷ്ടിയിൽ നിന്ന് വിവിധ തരത്തിലുള്ള ആളുകളെയും, പ്രായമുള്ളവരെയും ചെറിയവരെയും ആരോഗ്യമുള്ളവരെയും മീൻപിടുത്തക്കാരെയും ടാക്സ് കളക്ടേഴ്സിനെ അങ്ങനെയൊക്കെ ഉള്ളവരെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് യേശുവിന് എല്ലാവരെയും ആവശ്യമുണ്ട്. എല്ലാവരെയും ഇഷ്ടപ്പെടുന്നവനാണ്. അങ്ങനെയുള്ള ശിഷ്യഗണത്തെ കൊണ്ടുപോയി. നീ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് തൻ്റെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചാണ്. ഗിരിപ്രഭാഷണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഉണ്ട്. കൂടുതലും ഒരു ഒറ്റയടിക്ക് അങ്ങോട്ട് കുറേ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ് പറയുന്നത്. ഭാഗ്യവാന്മാർ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ഉപവസിക്കുന്ന കാര്യത്തെക്കുറിച്ച്, അങ്ങനെയെല്ലാം വിശദമായി പറയുന്നത്. ഇത് ഈ വിളിച്ചതായ തന്നോടുകൂടെ ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ശിഷ്യന്മാരോടും പൊതുജനങ്ങളും യേശുവിനോട് കൂടി വരികയായിരുന്നില്ല പ്രസംഗം കേൾക്കാൻ. അപ്പോൾ ഇവരെ പഠിപ്പിക്കുന്നതായ കാര്യം ആണ് ഗിരിപ്രഭാഷണം. നീ ഗിരിപ്രഭാഷണം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. യേശുക്രിസ്തു പറയുന്നു, അവർക്ക് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം തോറ അല്ലെങ്കിൽ ന്യായപ്രമാണം ആദ്യത്തെ 5 പുസ്തകങ്ങളാണല്ലോ. അതിനകത്തെ 10 കൽപ്പന, അതിനോട് ചേർന്നുള്ള കൽപ്പനകളൊക്കെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നും നിങ്ങൾ മോശയിലൂടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ഒരാൾ നിങ്ങളുടെ വലത്തെ ചെകിട്ടത്തടിച്ചാൽ ഇടത്തേതൂടെ കാണിച്ചു കൊടുക്കണം. ഒരാൾ അടിച്ചിട്ട് നിങ്ങളുടെ ഒരു കണ്ണു പോയാൽ നിങ്ങൾ തിരിച്ചടിക്കരുത്. മോശ പറഞ്ഞത് എന്താ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പകരം ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു പ്രമാണം നിങ്ങളുടെ കൈവശമുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, പകരം ചെയ്യരുത്. അവനെ അനുഗ്രഹിപ്പീൻ, പ്രാർത്ഥിപ്പീൻ. ആ പ്രമാണമാണ് സ്വർഗീയ പ്രമാണത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത്. പഴയ നിയമം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ന്യായപ്രമാണമെന്നാണ് മലയാളത്തിലെ വാക്ക്. വളരെ കറക്റ്റാണ്. ന്യായമായ പ്രമാണം, അംഗീകരിക്കാവുന്ന പ്രമാണം. അടിമകളായിരുന്ന ആളുകളെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവരോട് യേശു പറഞ്ഞ ഈ പ്രമാണം പറഞ്ഞാൽ അവർ അന്നേരം തിരിച്ചു പോകും. അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കാവുന്ന സ്വീകാര്യമായ ന്യായമായ പ്രമാണം കൊടുത്തു. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, അതിൻ്റെ പൂർണ്ണത ഞാനിപ്പോൾ പറയുകയാണ്. പകരം ചെയ്യാൻ പാടില്ല. ശത്രുക്കളെ അനുഗ്രഹിപ്പീൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതാണ് ദൈവരാജ്യ മൂല്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഒരാളെ കത്തികൊണ്ട് കുത്തിക്കൊന്നാലേ കൊലപാതകമാകുകയുള്ളൂ. ഞാനോ നിങ്ങളോട് പറയുന്നു, അവൻ്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്നതായ, മുറിവേൽപ്പിക്കുന്ന രീതിയിൽ അവനെ കയറി കഴുതേ, കൊരങ്ങ എന്നൊക്കെ വിളിച്ചാൽ പോലും നീ കൊലപാതകം ചെയ്തിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. മനസ്സിൽ വിചാരിച്ചാൽ പോലും പാപമായി എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുക ചെയ്തു. എൻ്റെ ചിന്തയിൽ യേശുക്രിസ്തു ഒരു വിധത്തിൽ പറഞ്ഞാൽ, സ്വർഗത്തിൽ പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല മക്കളെ എന്നാണ് പറഞ്ഞത്. ആരാൽ സാധിക്കും? പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന വലിയ വിഷമമാണെന്ന് പറഞ്ഞു. ചിലരൊക്കെ ഇട്ടിട്ട് പോയി, ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, എന്നാൽ പിന്നെ ഇത് ആരെ കൊണ്ട് സാധിക്കും? അപ്പോൾ കർത്താവ് പറയുന്നു, മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. അതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. ഇവിടെ ദൈവിക സ്വർഗീയ പ്രമാണം അങ്ങോട്ട് വ്യാഖ്യാനിച്ചതിൻ്റെ പൂർണ്ണത പറയുമ്പോൾ അതിനർത്ഥം വേറൊരു വിധത്തിൽ ഞാൻ ചിന്തിക്കുന്നതാണ്, മനുഷ്യനാൽ ഇത് പ്രമാണിക്കാൻ പറ്റില്ല. മനുഷ്യനാൽ അസാധ്യമാണിത്. മോശയുടെ പ്രമാണം തന്നെ അവർക്ക് പ്രമാണിപ്പാൻ പറ്റിയില്ല. പിന്നെ ഈ പറയുന്ന പൂർണ്ണതയുള്ളതായ പ്രമാണം എന്ന് പറയുന്നത് നടക്കില്ല എന്ന് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്.
പ്രവൃത്തിയാൽ പൂർണ്ണതയിലെത്താൻ സാധിക്കത്തില്ല. എന്നാൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നവിടെ അർത്ഥമാക്കുക ചെയ്യുന്നത്. ദൈവത്താൽ സാധ്യം എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഗിരിപ്രഭാഷണത്തിലൂടെ ശിഷ്യന്മാരെയും ജനത്തെയും യേശു കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ദൈവരാജ്യ മൂല്യമെന്ന് പറയുന്നതിൻ്റെ പെർഫെക്റ്റ് പൂർണ്ണത അവനവിടെ പ്രസംഗിക്കുക ചെയ്തു. പിന്നെ മുൻപോട്ട് ശുശ്രൂഷ പോയപ്പോഴത്തേക്ക് രോഗസൗഖ്യമുണ്ടാകുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, നോർമലായിട്ട് മനുഷ്യർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോൾ ചില വിമർശകരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ യഹൂദ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അവർ പറഞ്ഞു ഇവൻ ഇതൊക്കെ ചെയ്യുന്നത് ബെയൽസെബൂലിനെ കൊണ്ടാണ്, പിശാചിൻ്റെ ശക്തി കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യേശു സാത്താൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ടെന്ന് പഠിപ്പിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് യേശു പറഞ്ഞത്, പിശാച് തന്നെ പിശാചിൻ്റെ കോട്ടയ്ക്ക് അല്ലെങ്കിൽ ആ സൈന്യത്തിനെതിരായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അങ്ങനെ നിൽക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഉപദേശിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സാത്താൻ്റെ മേൽ തനിക്ക് അധികാരമുണ്ട് എന്ന് സൗഖ്യത്തിലൂടെയും പഠിപ്പിക്കയിലൂടെയും യേശു ക്രിസ്തു കാണിച്ചു കൊടുത്തു. അടുത്ത ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ സാത്താൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ അനിഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വലിയ പാടാണ് മനസ്സിലാക്കാനായിട്ട്, എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇട്ടിട്ട് പോകും. ഇന്നുകൊണ്ട് അങ്ങനെ ചില ആളുകളൊക്കെ അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഗ്രഹിക്കാൻ വലിയ പാടാണ്. വലിയ പാടൊന്നുമില്ല, എന്നാലും ജയിക്കാൻ പാടാണ്. അതുകൊണ്ട് യേശു പിന്നീട് ചെയ്തത് ഉപമകളായിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ സിമ്പിളാക്കാം എന്ന് പറഞ്ഞ്. എങ്ങനെയാണ് സിമ്പിള്? ഭൂമിയിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് സ്വർഗീയമായ മർമ്മം വെളിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ആ രീതിക്കാണ് ഉപമകൾ പറയുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പരിചയമുള്ള വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതങ്ങനെ യേശു പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതെന്താണ് ഇങ്ങനെ ഇത് വിതയ്ക്കുന്നത് തന്നെ നമുക്കറിയാൻ മേലെ, എങ്ങനെയാണ് വിതയ്ക്കുന്നത്, ഇതൊക്കെയാണോ പ്രസംഗം എന്ന് ചോദിക്കുകയല്ല അവിടെ വേണ്ട. അവിടെ ആ ഒരു കാര്യം അങ്ങ് പറയുകയാണ്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ള സ്വർഗീയ മർമ്മമുണ്ട്. ഉദാഹരണത്തിന് നോക്കുക, ഈ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ കർത്താവ് പറയുകയാണ്, വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറമേൽ വീണു എന്ന് പറഞ്ഞാൽ മണ്ണധികം ഇല്ലാത്ത പാറ അടിയിലുണ്ടായിരുന്ന അങ്ങനെയുള്ള സ്ഥലത്ത് വീണു. ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. വഴിയരികെ വീണത് പെട്ടെന്ന് പക്ഷികൾ വന്ന് കുത്തിയെടുത്തുകൊണ്ട് പോയി. പാറമേൽ വീണത് കിളുത്തു വന്നെങ്കിൽ ശകലം മണ്ണുണ്ടായിരുന്നുകൊണ്ട് കിളുത്തു വന്നു, സൂര്യൻ ഉദിച്ചപ്പോൾ ഉണങ്ങിപ്പോയി. മുള്ളിനിടയിൽ വീണത് വളർന്നൊക്കെ വന്നു, പക്ഷേ മുള്ളെല്ലാം കൂടെ കയറി ഇതിനെ അങ്ങ് അമർത്തി അതും ഫലമില്ലാതെ പോയി. നല്ല നിലത്ത് വീണത് 30, 60, 100 മേനി വിളഞ്ഞു. പക്ഷേ ആർക്കെന്ത് മനസ്സിലായി? വളരെ സിമ്പിൾ. കുറേ പേര് പറഞ്ഞു കാണും, ഇത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കണ്ടെത്തി വിതയ്ക്കുന്നതല്ലേ, ഞങ്ങൾക്ക് ഇതറിയാമെന്ന് പറഞ്ഞു. എന്നാൽ ശിഷ്യന്മാർക്ക് ഉള്ള പ്രതികരണം നമ്മൾ വായിക്കുന്നുണ്ട്. വൈകിട്ട് അല്പം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു പറഞ്ഞ വിതയ്ക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെങ്കിലും അത് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല, കർത്താവ് എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അത് വലിയ കാര്യമൊന്നുമില്ല. ഈ 4 നിലം എന്ന് പറയുന്നത് 4 തരത്തിലുള്ള ഹൃദയങ്ങളാണ്, 4 തരത്തിലുള്ള മനുഷ്യരാണ്. അവർ എങ്ങനെയാണ് ഈ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ വചനം കേട്ടിട്ട് പ്രതികരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. അപ്പോൾ വഴിയരികെ വീണു എന്ന് പറഞ്ഞാൽ വിതച്ചു, അതവിടെ വീണ് കിടന്നപ്പോൾ അത് കൈക്കൊണ്ടില്ല ആ മനുഷ്യൻ. എന്ത് ചെയ്തു? പിശാച് വന്നിട്ട് അതെടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പക്ഷികളെ കാണിക്കുന്നത് പറവകൾ വന്നു എന്ന് പറഞ്ഞ് പിശാചിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പിശാച് വന്ന് ഇതങ്ങെടുത്തോണ്ട് തനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോയി, പിശാച് എടുത്തുകൊണ്ട്. പിന്നെ അല്പം മണ്ണും അടിയിൽ പാറയുള്ള സ്ഥലത്ത് വീണതെന്ന് പറയുന്നത് അവിടെ വീണ് നല്ലതാണ്, കൺവെൻഷനിലൊക്കെ ഇരുന്ന് വെച്ചിങ്ങനെ സ്തോത്രം ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് പോരുകയാണ്. ഒരുമാതിരി നല്ലതായിട്ടൊക്കെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെയുള്ള ആ രീതിയിൽ വരുന്ന ഹൃദയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അല്പം ഒന്ന്
ഉയർന്നു വന്നു. പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേക്ക് സംഗതിയെല്ലാം മാറിപ്പോയി. അതാണ് അവിടെയും പ്രയോജനമില്ലാതെയായിപ്പോയി. പിന്നെ മുള്ളിനിടയിൽ വീണതല്ലേ, അത് അവിടെ മുള്ളുമൊക്കെ അതിൻ്റെ വിത്തുകളൊക്കെ കടന്നു. ഈ വിത്ത് വിതച്ചു, അത് കിളുത്തു വന്നു. അപ്പോൾ മുള്ളൊക്കെ അങ്ങ് വല്ലാതെ വളർന്നു. ഇത് വളർന്നു വന്നത് വളരാനായിട്ട് പറ്റിയില്ല, ഇല്ലാതെയായിപ്പോയി. ആ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് തീരുമാനങ്ങളൊക്കെ എടുത്തു, പക്ഷേ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ വരുന്നു, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പോൾ ആത്മീയമായി വളരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ജീവിതത്തിൻ്റെ സ്റ്റൈലാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഞാൻ കളിയാക്കി പറയുമൊന്നുമല്ല, ഒരു ഉദാഹരണം പോലെയാണ്. നമ്മുടെ നാട്ടു നടപ്പൊക്കെ അനുസരിച്ച് ഒരു ഗവൺമെൻറ് ഓഫീസാണെന്ന് വിചാരിച്ചോ, പഞ്ചായത്ത് ഓഫീസോ വില്ലേജ് ഓഫീസോ അങ്ങനെയുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടുത്തെ രീതിയൊക്കെ അറിയാം. നമ്മുടെ നല്ല രീതിയിലൊന്നും അല്ല പോകുന്നത്. ചില ആളുകളുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. ചില ആളുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കൈമടക്കൂടെ വേണം അവർക്ക്. ഒരു ഫയൽ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ എടുക്കുന്നതിന് ചില കനമുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് അത് എടുക്കാനുള്ള ഒരു കൈത്താങ്ങൽ കൊടുക്കണ്ടേ, അങ്ങനെയാണ് പറയുന്നത്. അത് സ്നേഹം കൊണ്ടാണ്, പെട്ടെന്ന് തരാൻ വേണ്ടിയാണ്. കാരണം ഒത്തിരി ജോലി എനിക്കുണ്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് എടുക്കണമെങ്കിൽ അതിനൊരു ചെറിയ ആ പരിപാടി. അങ്ങനെയുള്ള ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം വൈകിട്ട് കൺവെൻഷന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്തോത്രം ഹല്ലേലൂയയും ഒക്കെ പുള്ളിയും കേട്ടിട്ടുള്ളതാണ്, നല്ലതായിട്ട് ജീവിക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതായിട്ട് ജീവിക്കാൻ ഭാര്യയൊക്കെ പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ എത്ര നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് പുള്ളിക്കാരൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട്. ഓക്കെ, നല്ലതായി പ്രാർത്ഥിച്ചെല്ലാം കടന്ന് പിറ്റേ ദിവസം പുള്ളി ഓഫീസിൽ പോയി. ഓഫീസിൽ നേരത്തെ പോയി. സാധാരണ 11 മണിക്ക് കഴിഞ്ഞല്ലേ ഓഫീസിൽ വരുള്ളൂ. പുള്ളിക്കാരൻ ഇന്ന് കൃത്യസമയത്ത് 10 മണിക്ക് തന്നെ പോയി. 10 മണിക്ക് അവിടെ ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പുള്ളിക്കാരൻ്റെ മറ്റ് സ്നേഹിതരൊക്കെ ഓഫീസിലോട്ട് വന്നപ്പോൾ ചാക്കോച്ചൻ അവിടെ ഇരിപ്പുണ്ട്. ഇതെന്തു പറ്റി, ചാക്കോച്ചൻ ഇന്ന് കൃത്യസമയത്ത് വന്നല്ലോ, സാധാരണ 11 മണിക്ക് വരുന്നതാണല്ലോ. അപ്പം വേറൊരാൾ ഈ വിവരം അറിഞ്ഞിട്ട് ഉള്ള ഒരാളുണ്ട്. അപ്പോൾ പറഞ്ഞു, ചാക്കോച്ചൻ ഇന്നലെ കൺവെൻഷന് പോയായിരുന്നു, മാനസാന്തരപ്പെട്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഈ 10 മണിക്ക് ഇന്ന് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ആ മുള്ളു വെച്ചൊരു കുത്തങ്ങോട്ട് കൊടുത്തു. നേരത്തെ വരാനും പറ്റുകയില്ല. പിന്നെ പഴയ രീതി ഇപ്പോൾ ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ ഓഫീസുകൾ, അങ്ങനെയുള്ള ചെറിയ ഓഫീസുകൾ ഇപ്പോൾ ഒക്കെ ഭയങ്കര കുറ്റകരമായ കാര്യമല്ലേ. എന്നാലും ഇങ്ങനെ മേശയൊക്കെ തുറന്നൊക്കെ അവിടെ ഇരിക്കും. പിന്നെ വൈകിട്ട് പോകുമ്പോഴേ മേശയെ അടയ്ക്കുകയുള്ളൂ. അപ്പോൾ അതിനോടിടയ്ക്ക് വൈകിട്ട് അടയ്ക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു രീതിയാണ്. അങ്ങനെയുള്ള ഒരു ഓഫീസാണെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി വന്നിട്ട് മേശയൊന്നും തുറക്കാതെ ഇങ്ങനെ ഇരുന്ന് വർക്ക് അങ്ങ് തുടങ്ങി. അപ്പോൾ അപ്പുറത്ത് കുര്യാച്ചനും അവറാച്ചനും എല്ലാം ഇരിപ്പുണ്ട്. അവർ നോക്കി, ഇന്ന് ഈ ചാക്കോച്ചനത് എന്ത് പറ്റി, ഒരു ദിവസം കൺവെൻഷന് പോയപ്പോഴേ ആകെ ഇല്ല, പുള്ളി വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യുന്നു, മേശയൊന്നും തുറക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. മുള്ളിങ്ങനെ സൈഡിൽ നിന്ന് കുത്തുകയാണ്. പുള്ളി ഒന്നും പറഞ്ഞില്ല. ചാക്കോച്ചനിങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് സ്തോത്രം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ചാക്കോച്ച, ഇങ്ങനെ ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ചാക്കോച്ചന് 3 പെൺപിള്ളേരാണെന്ന് ഓർത്തോണം. അവരെ കെട്ടിക്കാനൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ശമ്പളം മാത്രം കൊണ്ടിരുന്നാൽ ഒന്നും പണി പറ്റുകയില്ല. മുള്ളു വേറെ. അപ്പോൾ ആ മുള്ളു വന്നപ്പം പുള്ളി ആലോചിച്ചു, എന്ത് ചെയ്യും? അവസാനം പുള്ളി ഒരു തീരുമാനം എടുത്തു. കർത്താവെല്ലാം അറിയുന്നു എന്നും പറഞ്ഞ് പുള്ളി മേശയെ അങ്ങ് തുറന്നു. മുള്ളിനിടയിൽ വീണു. ജീവിത പ്രശ്നങ്ങളും ഓരോ വിധത്തിലുള്ള മുള്ളുകൾ ഞെരുക്കിയപ്പോൾ പുള്ളിയുടെ ആത്മീയതയിലേക്ക് വരാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. പഴയ മനുഷ്യനായി ജീവിച്ചു. അതാണ് മുള്ളിനിടയിൽ വീണ എന്ന് പറയുന്ന ഹൃദയം എന്ന് പറയുന്നത്. നല്ല നിലത്ത് വീണതോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ചാക്കോച്ചനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. ചാക്കോച്ചൻ പറഞ്ഞു, പെൺപിള്ളേരെ കെട്ടിച്ചില്ലേലും വേണ്ടുകയില്ല, വീട് പ്ലാസ്റ്റർ ചെയ്തില്ലേലും വേണ്ടുകയില്ല, ഞാൻ ഇനി ആ പരിപാടിക്കൊന്നുമില്ല. അതാണ് 30, 60, 100 മേനി വിളഞ്ഞു എന്ന് പറയുന്നത്. ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചിറങ്ങിയിട്ട് ആരും പട്ടിണി കിടന്ന് ചത്തുപോയിട്ടൊന്നുമില്ല. ഏതെങ്കിലും വിധത്തിൽ ദൈവം
കൊടുക്കും, നടത്തും. ആ വിശ്വാസം, അതാണ് നല്ല നിലത്ത് വീണ വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഉപമകൾ പറഞ്ഞാണ് മർമ്മങ്ങളെ വിശദമാക്കിയത് എന്ന് ഓർക്കുക. 25 അടുത്ത ഒരു ശുശ്രൂഷ കർത്താവിൻ്റെ. ഒരു ദിവസത്തെ യോഗ എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നമുക്ക് ഗലീല കടലിൻ്റെ അക്കരെ കരയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാരും യേശുവുമായിട്ട് അങ്ങനെ ഗലീല കടലല്ല, അത് വലിയൊരു തടാകം എന്നുള്ളതേ ഉള്ളൂ, എന്നാലും അവർ ഗലീല കടൽ എന്നാണ് പറയുന്നത്, സീ ഓഫ് ഗാലിലി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ കയറി നമുക്ക് അക്കരയ്ക്ക് പോകാമെന്നും പറഞ്ഞ് കർത്താവ് വിളിച്ചു. അവർ പോയി ഇങ്ങനെ പോകുന്നു. കർത്താവ് നല്ല ക്ഷീണമുണ്ടായിരുന്നു, അത് കാരണം കർത്താവ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഈ ഗലീലക്കടലിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റടിച്ചോ, ബോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിഞ്ഞ്. ശിഷ്യന്മാർക്കറിയാം, മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ഇതെല്ലാം പായും എല്ലാം വലിച്ച് കെട്ടിയൊക്കെ ഒത്തിരി നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അവരെ കൊണ്ട് പറ്റാവുന്ന പണിയല്ല അവർ നോക്കി. പക്ഷേ കാറ്റ് ശാന്തമാകുന്നില്ല. വെള്ളം വള്ളത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമായി. അവർ വേവലാതിപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ തട്ടി വിളിച്ചു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു പെട്ടെന്ന് കൈയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ശാന്തമാകാം എന്ന് പറഞ്ഞു കാണും. അല്ലെങ്കിൽ കാണിച്ചില്ലേലും പറയാമല്ലോ, ഇതിൻ്റെ ഉടയവനല്ലേ. അപ്പോൾ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. ഇപ്പോൾ ശിഷ്യന്മാരിങ്ങനെ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ്, ഈ പുള്ളി എന്താ ചെയ്യാൻ പോണത് എന്നുള്ള രീതിയിലിരിക്കുക. ഒരു ഗുരു എന്നുള്ളതേ ഉള്ളൂ, അല്ല യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചൊന്നും അവർക്ക് വ്യക്തമായിട്ടായിട്ടില്ല, അറിവായിട്ടില്ല. അവരിങ്ങനെ നോക്കി. എന്നിട്ട് അവർ പറഞ്ഞു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരാണ്? അവിടെ യേശു തെളിയിച്ചത് പ്രകൃതിയുടെ മേൽ തനിക്ക് അധികാരമുണ്ട്. ഓരോന്നോരോന്നായി തെളിയിച്ചു വരികയാണ് യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ. എന്നിട്ട് യേശു ശിഷ്യന്മാരെ ഒന്ന് നോക്കി, അല്പവിശ്വാസികളെ, ഇത്ര ഉള്ളോ നിങ്ങളുടെ വിശ്വാസം? ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വാ നമുക്ക് ഗലീല കടലിൻ്റെ നടുവിൽ പോയി മുങ്ങിച്ചാകാമെന്നും പറഞ്ഞാണോ വിളിച്ചത്? അതാ എൻ്റെ അർത്ഥം. അക്കരയ്ക്ക് പോകാമെന്നല്ലേ പറഞ്ഞത്. ഒക്കെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, പ്രകൃതിയുടെ മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് കാണിച്ചു. അതിനുശേഷം അവർ മറുകരയിൽ എത്തി എന്ന് നമ്മൾ വായിക്കുന്നു. മറ്റൊരു കാര്യം യേശുവിൻ്റെ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷയിൽ ചെയ്തതാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചു. പിന്നെ ഒരു 7000 വരെ പോഷിപ്പിക്കുന്ന വേറൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന അത്ഭുത പ്രവൃത്തിയാണ് 4 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ബാക്കിയൊക്കെ മാറിയൊക്കെ പറയുന്നത്. ഇവിടെ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ പ്രസംഗിക്കുക മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളെ സന്ധിക്കുന്നതായ, വിശപ്പിന് ഭക്ഷണം കൊടുക്കുന്നതായ, ക്ഷീണത്തെ മാറ്റുന്നവനായ ഒരു യേശുവിൻ്റെ ആ സ്വഭാവം കൂടെ കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്നത് നമ്മുടെ മിഷണറിമാരുടെ ശുശ്രൂഷകളെക്കുറിച്ചാണ് പറയുന്നത്. മിഷണറിമാർ വന്നിട്ട് സ്കൂള്, ആശുപത്രികൾ, ഈ ശാരീരികമായിട്ടുള്ള അവൻ്റെ അവസ്ഥയും കൂടെ നോക്കണമല്ലോ. നല്ല ആരോഗ്യം, നല്ല മനസ്സ്, നല്ല ശരീരം, ഇതൊക്കെ വേണം. ഇതെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണെന്ന് ഓർക്കണം. യേശുവാണ് അതിൻ്റെ ഏറ്റവും ഉദാഹരണം. ഇവിടെ ഏതാ ഞാൻ പറയുന്നു, വെറുതെ ഭക്ഷണം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല. അവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ അങ്ങ് സ്വർഗത്തിലോട്ട് എല്ലാവരും പോവുക എന്നുള്ളതല്ലോ. കുറച്ച് നാൾ ഈ ലോകത്തിൽ ജീവിക്കണമല്ലോ. അപ്പോൾ അവിടെ ജീവിക്കുമ്പോൾ അവനും ഒരുവിധം നല്ലതായിട്ടൊക്കെ ജീവിക്കണം. സാൽവേഷൻ ആർമി വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനാൽ സ്ഥാപിതമായതാണ്. അവർക്കൊരു സ്ലോഗനുണ്ട്. ആ സ്ലോഗൻ എന്ന് പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. എസ് എന്നുള്ളതാണല്ലോ അവരുടെ. ഇവിടെ ഈ ക്യാപ്റ്റൻ്റെ ഒക്കെ സൈഡിലൊക്കെ എസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒക്കെ എസ് ഉണ്ട്. സാൽവേഷൻ ആർമി എന്നുള്ള എസ് ആണ്. പക്ഷേ അവരുടെ ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ജീവിത ശൈലി എന്ന് പറയുന്നത് സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ്. പ്രവർത്തനം ഉണ്ടല്ലോ, അങ്ങനെയാണ് പോകുന്നത്. സോപ്പ് സൂപ്പ് സാൽവേഷൻ. വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒന്നും വെളിച്ചം കാണാതെ ഇങ്ങനെ അന്ധകാരത്തിൽ കടന്ന, പട്ടിണി ഒക്കെ ഒന്നും മരിക്കുന്ന, ആവശ്യമായ ചികിത്സയൊന്നും ഇല്ലാതിരുന്ന ഇന്നത്തെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലെയുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യയിലും ഉണ്ടായിരുന്നത്. പ്രായമുള്ളവരൊക്കെ ജീവിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് വ്യത്യാസം വന്നു പോയി. അപ്പം അന്ന് അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് പോയി ശുശ്രൂഷിക്കുന്ന ഒരു
ശുശ്രൂഷ സംഘമാണ് സാൽവേഷൻ ആർമി എന്ന് പറയുന്നത്. ഇക്കാലത്ത് അധികം പ്രവർത്തനം അവർക്ക് ഇവിടെ ഇല്ല, ആഫ്രിക്കൻ കൺട്രീസിലാണ്. കാരണം നമ്മളൊക്കെ ഒത്തിരി ഡെവലപ്പ് ചെയ്തു പോയത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവരുടെ ഈ സ്ലോഗൻ അവർ ഉപയോഗിക്കുന്നത് സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ കുളിക്കുകയും നനയ്ക്കുകയോ ഒന്നും ഇല്ലാതെ, വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുന്ന അധോഗതിയിൽ കിടക്കുന്നതായിട്ടുള്ള ആളുകളുടെ അടുത്ത് എന്നേച്ച് നീ വേഗം രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാകില്ല. അവരുടെ സ്റ്റൈൽ അനുസരിച്ച് അവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളെ സോപ്പ് ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു മനുഷ്യ കോലത്തിൽ ഇരുത്തുക, സോപ്പ്. അത് കഴിഞ്ഞിട്ട് അല്പം കുടിക്കാൻ ഭക്ഷണം, ശരീരത്തിന് ആരോഗ്യം വെക്കത്തക്കതായിട്ടുള്ള സൂപ്പ് കൊടുക്കുക. സൂപ്പ് കൊടുത്ത് അവൻ്റെ കണ്ണുമൊക്കെ ഒന്ന് നേരെയായി അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ ചോദിക്കും, ചാകാറായി കിടന്ന് എന്നോട് എന്തിനായി കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഈ ഭക്ഷണമൊക്കെ തന്നത് എന്ത് പറ്റി നിങ്ങൾക്ക് എന്നവൻ ചോദിക്കും. ചോദിക്കുമ്പോൾ പറയും സാൽവേഷൻ, കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു, ആ സ്നേഹം ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾ പങ്കുവയ്ക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടും. കാരണം പ്രവർത്തിച്ച് കാണിച്ചിട്ട് പ്രസംഗിച്ച് നിർബന്ധിതരായിത്തീരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ ഈ കേരളത്തിലുമൊക്കെ മിഷണറിമാരുടെ ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിൽ വരുവാനിടയായിത്തീർന്നത്. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക മാത്രമല്ല, മാനുഷിക ആവശ്യങ്ങളെയും കൂടെ പരിഗണിക്കുന്നവനാണ് കർത്താവ് എന്ന് ഇവിടെ വ്യക്തമാക്കി. ശിഷ്യന്മാർ പറഞ്ഞു, 2 ദിവസമായിട്ട് പുറകെ നടക്കുക, കുറേ പേരൊക്കെ ക്ഷീണിച്ച് വിയർപ്പും ഒക്കെ നാറ്റമൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരുമോ, ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വാ എന്നൊക്കെ ആ ശിഷ്യന്മാരുടെ കമൻറ്റ്. എന്നാൽ യേശു പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ അവരെ പറഞ്ഞു വിടാൻ പറ്റില്ല, ഒരു വഴിയിൽ വെച്ച് തളർന്നു പോകും, ക്ഷീണിക്കും, അത് പാടില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ കണക്കൊക്കെ കൂട്ടി നോക്കി ബാങ്ക് ബാലൻസൊക്കെ തപ്പിയപ്പോഴത്തേക്കൊന്നും ഇല്ല, കുറച്ചുണ്ട്. അപ്പം പറഞ്ഞു, ഇത്രയും പൈസ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഇത്രയും ചപ്പാത്തി എടുത്ത് മേടിക്കും. അപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ഒരു പയ്യനുണ്ട്, അവൻ്റെ കയ്യിൽ ഒരു 5 അപ്പവും 2 മീനും ഇരിപ്പുണ്ട്, അവൻ തിന്നാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ആ പയ്യൻ കൊണ്ട് കൊടുക്കുന്നു. പിന്നെ പ്രാർത്ഥിച്ചു. എല്ലാവരെയും വരിവരിയായിട്ടിരുത്തി. ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തന്നെ ഒത്തിരി ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര കടിപിടിയായി പോവില്ലേ. അതുകൊണ്ട് എല്ലാവരും വരിവരിയായി ഇരുത്തി അനുഗ്രഹിച്ച് അങ്ങോട്ട് കൊടുത്തു. അപ്പവും മീനും വർദ്ധിച്ച് വന്നവർക്ക് കൊടുത്ത് ശാന്തമാക്കി. കർത്താവ് പറഞ്ഞൊക്കെ എല്ലാവരും തിന്ന് തൃപ്തരായി. പക്ഷേ ബാക്കി വന്നതൊന്നും കളയരുത്, ശേഖരിക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ശിഷ്യന്മാരുടെ ആ കമൻ്റ് അങ്ങനെ പറഞ്ഞത് ശിക്ഷയായിട്ടായിരിക്കാം. യോഗം കഴിഞ്ഞ് പോകുമ്പം 12 ശിഷ്യന്മാരുടെയും തലയിൽ ഓരോ കൊട്ട അപ്പം വീതം ഉണ്ടായിരുന്നു. മേൽ പറഞ്ഞതായ ശുശ്രൂഷകൾ എല്ലാം കഴിഞ്ഞു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നീ ഏലിയാവെന്ന് ചിലർ പറയുന്നുണ്ട്, പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള ആളാണ് നീ എന്ന് പറയുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ യേശു നേരിട്ട് അവരോട് ചോദിക്കുകയാണ്, അപ്പോസ്തലന്മാരോട് ചോദിക്കുക, ഓക്കെ, അത് ജനം പറയുന്നതാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? ആ ഒരു ചോദ്യം പ്രസക്തമാണ് നമ്മളോട്. ഓരോരുത്തരും യേശുവിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് പ്രസക്തമാണ്. അപ്പോൾ പത്രോസാണ് ആദ്യമായിട്ടൊരു ഉത്തരം നൽകുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അത് ശരിയായിരുന്നു, വളരെ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് പറഞ്ഞത്. അത് യേശുവും പറയുന്നുണ്ട്. പത്രോസേ, നീയല്ലത് പറഞ്ഞത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തിയത് നീ പറഞ്ഞതാണെന്നാണ് പറഞ്ഞു. അതൊരു പക്ഷേ മറ്റ് ശിഷ്യന്മാർക്കൊരു ആശ്വാസമായിട്ട് തോന്നിക്കാണും. കാരണം പത്രോസെല്ലാം ഇങ്ങനെ ചാടി പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല, ആശ്വാസമായി കാണും. അതിൻ്റെ ഒരു സാക്ഷ്യമെന്നോണമായിരിക്കാം ഈ 3 പേരെ, യേശുവിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരെയും കൂട്ടി ഒരു മലമുകളിലേക്ക് പോകുന്നുണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്. ആ പ്രാർത്ഥന പ്രത്യേകത നിറഞ്ഞുള്ളതായിരുന്നു. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ മോശയും ഏലിയാവും അവിടെ വരുന്നുണ്ട്. ന്യായപ്രമാണത്തെ പ്രതിനിധീകരിച്ച് മോശയും പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ച് ഏലിയാവും അവിടെ പ്രത്യക്ഷരാകുന്നുണ്ട്. അവിടെ യേശുവുമായിട്ട് സംസാരിക്കുന്നു. എൻ്റെ ചിന്തയിൽ അത് ഒരു കമ്മിറ്റി മീറ്റിംഗാണ്. യേശുക്രിസ്തു ഏറ്റവും അടുത്ത് അഭിമുഖീകരിക്കാൻ പോകുന്ന ക്രൂശ് യാഗ മരണത്തെക്കുറിച്ചുള്ള ഒരു അന്ത്യ ഡിസ്കഷൻ, ഒരു കമ്മിറ്റി മീറ്റിംഗ് പോലെയാണ്. വളരെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ളൊരു മീറ്റിംഗ്.
അതിന് സാക്ഷികളാകാൻ സാധിക്കേണ്ടതായ പത്രോസും യോഹന്നാനും യാക്കൂബും അവരുറങ്ങിപ്പോയി. എന്നാൽ അതിനിടയ്ക്ക് അവർ എഴുന്നേൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരിവരെ കണ്ടു, അവർക്ക് എങ്ങനെയോ അവർ തിരിച്ചറിഞ്ഞു. അതിനുശേഷം അവർ പോയി മീറ്റിംഗ് കഴിഞ്ഞു. ആ സമയത്താണ് യേശു ക്രിസ്തുവിൻ്റെ രൂപം അങ്ങനെ തേജസ്കരിക്കപ്പെടുകയൊക്കെ ചെയ്തത്. മറുരൂപം എന്നുള്ള വാക്ക് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. തേജസ്കരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെതായ ആ മഹത്വം, ഗ്ലോറി ഭാഗികമായി യേശുവിൻ്റെ മേൽ വന്നു. മുഴുവനായിട്ട് വന്നാൽ പിന്നെ ശിഷ്യന്മാരൊന്നും അവിടെ കാണത്തില്ലല്ലോ. മോശയും ഏലിയാവും പ്രത്യക്ഷരായി. പിന്നെ ശിഷ്യന്മാരടുത്ത് ചെന്നു. അവർ ചോദിക്കുന്നുണ്ട്, ഗുരു, നമ്മളിവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും കൊടുക്കാം, ഞങ്ങളിവിടെ കാണാൻ കിടന്നോളാം എന്നാണ് പറഞ്ഞത്. അവരറിയുന്നില്ല അവരെന്താ പറയുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു മേഘം വന്നു. അവർ പേടിച്ചു. ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു പ്രസൻസാണ് ആ മേഘത്തിലൂടെ കാണിക്കുന്നത്. അവർ ഭയപ്പെട്ടു പോയി. പിന്നെ യേശു അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പത്രോസ് വേഗത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ യേശുവിനെ അറിയാം എന്തിനാണ് പോകുന്നതെന്നുള്ളത്. പെട്ടെന്ന് നിർത്തി. പത്രോസിന് ഇത് ആദ്യം ചെന്നിട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറയണം, തേജസ്സുള്ള യേശുവിനെ കണ്ടു എന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, നിക്ക് പത്രോസേ, അവിടെ ഇതാരോടും പറയരുത്. ഇത്രയുള്ള അതിനകത്തെ സംഗതി. എൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ കഴിയാതെ ഈ സത്യം, ഈ മർമ്മം, ഈ വെളിപ്പാട് ആരോടും പറയരുത്. അതൊരു തടസ്സമായി മാറും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് രാജാവാക്കാനും ഒക്കെ ആളുകൾ കൂടും, ക്രൂശുമരണമൊക്കെ സംഭവ്യമല്ലാതെ വരും. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇനി ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടൊന്നും ചിന്തിക്കുക പറയുകയൊന്നും ചെയ്യേണ്ടത്, ആരോടും പറയരുത്, അവിടെ ഇപ്പം മനസ്സിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ആ കാഴ്ചയും തേജസ്കരണം അതെല്ലാം കണ്ടതിന് ശേഷം അവർ പിന്നീട് താഴ്വിട്ട് പോവുകയും താഴ്വരയിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്.